ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപ്പെട്ട് എന്ന് പറയാം. പക്ഷേ സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്നൊരു ഇടിയപ്പം അല്ല കേട്ടോ. അത് നമ്മൾ കൈ കൊണ്ടൊക്കെ കുഴച്ച് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നതല്ലേ. ഇത് വെറും 5-10 മിനിറ്റ് കൊണ്ട് കൈ കൊണ്ട് മാവ് തൊടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതിലാണോ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുന്ന ആ ഒരു സെയിം പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ, അതായത് 250 ml 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തത് ഇതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളമാണ്, അതായത് അപ്പോൾ നമ്മൾ 2 കപ്പല്ലേ പൊടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ പൊടിക്കും അറിയാമല്ലോ, പത്തിരിപ്പൊടിയൊക്കെ കുഴക്കുമ്പോൾ അങ്ങനെയല്ലേ, ഓരോ പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയും കാര്യങ്ങളും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ട കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ വെള്ളം നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു അരക്കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു ലൂസ് എന്തായാലും വേണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ആക്കുന്ന സമയത്ത്. അപ്പോൾ എന്നിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഞാനിതുപോലെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ കുറുക്കിയെടുക്കണം. അതായത് നല്ലപോലെ ചൂടാകുന്ന ടൈമിൽ തന്നെ ഇത് ടൈറ്റായി വരാൻ തുടങ്ങും. എന്നിട്ട് നമുക്ക് മാവ് ഇടിയപ്പത്തിന് വേണ്ടുന്ന മാവിൻ്റെ ആ ഒരു പരിവ് അറിയാമല്ലോ എല്ലാവർക്കും, കുഴച്ചെടുക്കുന്നത് അതേ രീതിക്ക് ഇതിനെ കുറുക്കി ടൈറ്റാക്കി ഇതിൽ നിന്ന് തന്നെ വാട്ടി കുഴച്ചെടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ പരിപാടിയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് ടൈം കൈ കൊണ്ട് കുഴച്ച് നന്നായി സെറ്റാക്കേണ്ട പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഇതങ്ങ് ചൂടായി വരുമ്പോൾ തന്നെ കുറുകി വരാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് വാട്ടി കുഴച്ചെടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവിടെ എവിടെയൊക്കെ കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ടാവുമല്ലോ ഫ്ലെയിം ചൂട് തട്ടുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നമ്മുടെ മാവ് ചൂട് തട്ടും തോറും ഇതുപോലെ കുറുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് മാവ് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമല്ലോ ഉരുട്ടിയെടുക്കാൻ പാകത്തിന്, ആ ഒരു പരുവത്തിൽ ഇങ്ങനെ വാട്ടി കുഴച്ചെടുക്കുകയാണേ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ഭാഗം കാണിച്ചു തരാം. കാരണം ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാവിൻ്റെ പരുവം കണ്ടില്ല, ഈ ഒരു രീതിക്കായിരിക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പാനിൽ നിന്ന് വിട്ട് വരണം. നമ്മൾ ഹൽവയൊക്കെ റെഡിയാക്കുന്ന പോലെ ഒട്ടും തന്നെ പാനിൽ പിടിച്ചിരിക്കാൻ പാടില്ല. ഇതാണ് ഇപ്പം കണ്ടില്ല, നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്ത മാവ് പോലെ തന്നെ ഇരിക്കുന്നില്ലേ, അതിൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കറക്റ്റ് പരുവായിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം പ്രസ് എടുത്തിട്ട് അതിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ ഹോൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ. ചെറിയ ഹോളുള്ള ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് കണ്ടില്ല, അത്രയും നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഈ പ്രസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ചൊന്നും എണ്ണ തടവുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഈ ഒരു മാവിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന വരുവല്ല ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നറിയാം എത്രത്തോളം വെക്കാൻ പറ്റുന്നോ അത്രയും വെക്കുക. അപ്പോൾ നമ്മൾ പ്രസ്സിൽ മാവൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ട്, കറക്കിയെടുക്കുന്ന ടൈപ്പല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു മോഡലാണ് കേട്ടോ. സാധാരണ നമ്മൾ കറക്കിയെടുക്കുന്നത് കുറച്ചൊന്ന് മാവൊക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര കൈവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതിനങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഞാനിത് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. തലശ്ശേരിയിൽ നിന്ന് എവിടുന്നോ ഈ പ്ലാനറ്റിനോ അങ്ങനെ ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊന്നും എൻ്റെ കയ്യിൽ ഇല്ല
കേട്ടോ. എന്തായാലും ഓൺലൈനിൽ ഉണ്ടാവും തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോ. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ലിങ്ക് ഉണ്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ പീസ് വാഴയിൽ എടുത്തിട്ട് അതിലേക്ക് എത്രത്തോളം തേങ്ങ വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും, കാരണം ഒന്ന് ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എത്രത്തോളം വലുപ്പമുള്ള ഇടിയപ്പം വേണോ അതിനനുസരിച്ച് ചുറ്റിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചൊരു വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണ തടവാൻ വേണ്ടി മറക്കണ്ട കേട്ടോ ഇലയിൽ, കാരണം തേങ്ങ ഇടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലവർ തേങ്ങ ഇടൂല കേട്ടോ ഈ ഒരു സംഭവത്തിൽ. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തേങ്ങ ഇട്ടാലല്ല ടേസ്റ്റ്. എനിക്ക് അത്യാവശ്യം തേങ്ങ നല്ലോണം വേണം കേട്ടോ, എങ്കിലും അതൊരു കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. കാരണം വേറെ കറിയോ ഒന്നും വേണ്ട ആവശ്യമില്ല തേങ്ങ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഒന്ന് മൊത്തത്തിൽ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പം എത്രത്തോളം നിങ്ങൾ സ്റ്റീമറിൽ കൊള്ളുന്നു അതിനനുസരിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 4 എണ്ണമൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ടൈം കുക്ക് ചെയ്യാനൊന്നും വേണ്ട, വെറും 4-5 മിനിറ്റേ വേണ്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി വാട്ടി കുഴച്ചെടുത്ത പൊടിയാണ്, അതുകൊണ്ട് ഒരു ഏകദേശം ഒരു 4-5 മിനിറ്റേ വേണ്ടുള്ളൂ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇലയൊക്കെ കളറൊക്കെ മാറി എല്ലാം കൊണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഇത് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റി പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇടിയപ്പം മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ല, നല്ല നൂല് പോലെ ലെയർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ കോംബോ ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് നല്ല തേങ്ങാപ്പാലും പഞ്ചസാര ഏലക്കയെല്ലാം ഇട്ടിട്ടുള്ള സ്റ്റ്യൂ ആക്കുമല്ലോ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ, അത് ഒഴിച്ച് കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പല എന്താ പറയുക സ്റ്റ്യൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്